മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിൽ ആദ്യം ഖത്തർ പൾസ്. ഈദ് അൽ ഫിത്തറിനൊരുങ്ങി ഖത്തർ. ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് വിസിറ്റ് ഖത്തറും ഖത്തരി ഡയറിയും ചേർന്ന് ലുസൈലിൽ സ്കൈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. ഏപ്രിൽ 3 മുതൽ 5 വരെ വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ ലുസൈലിലെ അൽസാദ് പ്ലാസയിലാണ് ഫെസ്റ്റിവൽ നടക്കുക. ഇന്റർനാഷണൽ എയറോബിക്സ്, സ്കൈ ഡൈവിംഗ് പ്രകടനങ്ങൾ, സ്കൈ റേറ്റിംഗ് ഡിസ്പ്ലേകൾ, ഹൈസ്പീഡ് ജെറ്റ് ഷോകൾ തുടങ്ങിയവ ആകാശ കാഴ്ചയെ വിസ്മയിപ്പിക്കും. 3000-ലധികം ഡ്രോണുകളും 150-ലധികം എയർക്രാഫ്റ്റുകളും ഉൾപ്പെടുന്ന ഒരു ഡ്രോൺ ഷോയും കരിമരുന്ന് പ്രയോഗവും ആയിരിക്കും പ്രധാന സവിശേഷത. കൂടാതെ സന്ദർശകർക്കായി വിവിധങ്ങളായ പരിപാടികൾ ഒരുക്കി ഖത്തറിലെ മാളുകളും ഈദിനെ വരവേൽക്കാനൊരുങ്ങി. മാർച്ച് 30 മുതൽ ഒരാഴ്ചക്കാലമാണ് വൈവിധ്യമാർന്ന ഷോകൾ, പരേഡുകൾ, പ്രത്യേക പ്രകടനങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികൾ അരങ്ങേറുക. മോൾ ഓഫ് ഖത്തറിലെ എ വണ്ടർലാൻഡ് ഓഫ് സോപ്പി ബബിൾസ്, ലഗൂണ മാളിലെ മാജിക് ഷോയും ബബിൾ പ്രകടനവും, ടവർ മാളിലെ കാൻഡി ക്വീൻ ബബിൾ ഷോ, മാഷ്മെലോ ഷോ, ഇൻഡോർ തീം പാർക്കായ ക്വസ്റ്റിലെ ബ്രിട്ടന്റെ ഗോട്ട് ടാലന്റ് 2024-ലെ ഗ്രാൻഡ് ഫൈനലിസ്റ്റായ ഹരിബോ ഡബിൾ ഡച്ചിന്റെ തത്സമയ പ്രകടനം തുടങ്ങിയവ പ്രധാന ഈദ് ഇവന്റുകളിൽ ഉൾപ്പെടുന്നു. മാളുകളിൽ സൗജന്യമായി ക്വസ്റ്റിൽ പ്രവേശന പാസ് എടുത്തും സന്ദർശകർക്ക് ഇവ ആസ്വദിക്കാം. കൂടാതെ ഈദിനോടനുബന്ധിച്ച് QNCCയിൽ മലയാള ചരിത്ര താരങ്ങളും പിന്നണി ഗായകരും അണിനിരക്കുന്ന 3ഓളം സ്റ്റേജ് ഷോകളും അരങ്ങേറുന്നുണ്ട്. KMCC ഖത്തർ ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഖത്തർ ഗവൺമെന്റിന് കീഴിലുള്ള വർക്കേഴ്സ് സപ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ടുമായി സഹകരിച്ച് KMCC ഖത്തർ സംസ്ഥാന കമ്മിറ്റി ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ന്യൂസലത്തയിലെ അൽ അറബി സ്പോർട്സ് ക്ലബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഇഫ്താർ മീറ്റ് വൻ പ്രവർത്തക പങ്കാളിത്തത്താലും മികച്ച സംഘാടനത്താലും ശ്രദ്ധേയമായി. പരിപാടിയിൽ വർക്കേഴ്സ് സപ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ട് അതോറിറ്റി പ്രതിനിധികളായ സാലിം ദർവീഷ് അൽ മുഹന്നദി, ഖാലിദ് അബ്ദുറഹ്മാൻ ഫക്രു, അബ്ദുള്ള മുഹമ്മദ് ഹസൻ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള, ICC അഡ്വൈസറി കൗൺസിൽ ചെയർമാൻ PN ബാബുരാജ്, കുഞ്ഞമ്മദ് പേരാമ്പ്ര, ഫൈസൽ ഹുദവി തുടങ്ങിയവർ സംബന്ധിച്ചു. റമദാൻ സന്ദേശ പ്രഭാഷണം ഫനാർ ഇസ്ലാമിക് സെന്റർ പ്രതിനിധി സക്കരിയ അൽ നൂറി നിർവഹിച്ചു. ഇന്ത്യൻ എംബസി അപെക്സ് ബോഡി ISA അഡ്വൈസറി കൗൺസിൽ ചെയർപേഴ്സണായി നോമിനേറ്റ് ചെയ്യപ്പെട്ട KMCC സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ്, ICC ICBF മാനേജിംഗ് കമ്മിറ്റികളിൽ ഭാരവാഹിത്വം ലഭിച്ച KMCC നേതാക്കളായ അഫ്സൽ അബ്ദുൽ മജീദ്, ജാഫർ തയ്യിൽ എന്നിവർക്ക് ചടങ്ങിൽ അനുമോദനഹാരം അണിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉപദേശക സമിതി നേതാക്കളായ MP ഷാഫി ആജി, SM ബഷീർ, അബ്ദുൽ നാസർ നാച്ചി, AV അബൂബക്കർ ഖാസിമി, CV ഖാലിദ്, PV മുഹമ്മദ് മൗലവി, സംസ്ഥാന ഭാരവാഹികളായ PK അബ്ദുറഹീം, TTK ബഷീർ, ഫൈസൽ കേളോത്ത്, ഷംസുദ്ദീൻ വാണിമേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപദേശക സമിതി അംഗങ്ങൾ വിവിധ ജില്ലാ, ഏരിയ, മണ്ഡലം, പഞ്ചായത്ത്, മുനിസിപ്പൽ, സബ് കമ്മിറ്റികൾ എന്നിവയുടെ ഭാരവാഹികളും പ്രവർത്തകരും സംബന്ധിച്ചു. സോഷ്യൽ ഗാർഡ് വളണ്ടിയർ ടീമിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ ഏകോപിപ്പിച്ചു. രാഗനിലാവ് മഞ്ചരി ലൈവ് ഇൻ കോൺസേർട്ട് ടിക്കറ്റുകൾ പ്രകാശനം ചെയ്തു. കഴിഞ്ഞ 14 വർഷമായി ഖത്തറിൽ പ്രവർത്തിച്ചു വരുന്ന സീലിറ്റ് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗിന്റെ പുതിയ സംരംഭമായ സീലിറ്റ് ഇവന്റ് സംഘടിപ്പിക്കുന്ന രാഗനിലാവ് മഞ്ചരി ലൈവ് ഇൻ കൺസേർട്ട് ടിക്കറ്റുകൾ പ്രകാശനം ചെയ്തു. ഏപ്രിൽ 11 വെള്ളിയാഴ്ച QNCCയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത ഗായിക മഞ്ചരിക്ക് പുറമെ പിന്നണി ഗായകൻ അശ്വിൻ, സിനിമാ താരം അനഘ നാരായണൻ, കോമഡി ഉത്സവം ഫെയിം വിപിൻ ബാലൻ തുടങ്ങിയവർ വേദിയിലെത്തും. ദോഹയിലെ കലാസ്വാദകർക്കായി രതീഷ് മാത്രാടന്റെ സംവിധാന മികവിലാണ് വ്യത്യസ്തമായ ഈ ഷോ ഒരുങ്ങുന്നത്. ഷാസ ഹോട്ടലിൽ വെച്ച് നടന്ന ടിക്കറ്റ് ലോഞ്ചിംഗ് ചടങ്ങിൽ ഷോ മുഖ്യ സ്പോൺസർ പ്രതിനിധി മിസസ് ആകാൻഷ, സീലിറ്റ് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് പ്രതിനിധി അബു സുൽത്താൻ, സീലിറ്റ് ഗ്രൂപ്പ് CEO ആൻഡ് MD സിരോഷ് കുമാർ, സീലിറ്റ് ഇവന്റ്സ് ഡയറക്ടർമാരായ അജിത് കുമാർ, വിനു വിശ്വംഭരൻ, ചന്ദ്രകല ആർട്ട് സാരഥി ചന്ദ്രമോഹൻ പിള്ള, ഗുഡ്വിൽ കാർഗോ MD നൌഷാദ് അബു, KSCA പ്രസിഡന്റ് ഗോപിനാഥ് മേനോൻ, വ്യവസായി ബിജു മത്തായി എന്നിവരും സംബന്ധിച്ചു. കുവാക് ഇഫ്താർ വിരുന്നൊരുക്കി. ഖത്തറിലെ കണ്ണൂർ നിവാസികളുടെ സൗഹൃദ കൂട്ടായ്മയായ കുവാക്കിന്റെ ഈ വർഷത്തെ ഇഫ്താർ വിരുന്ന് ഹിലാൽ ബ്ലൂ ഗാലക്സി ഹാളിൽ വെച്ച് നടന്നു. ലിയാന മറിയം ഷറഫുദ്ദീന്റെ ഖുർആൻ പാരായണത്തോടു കൂടി തുടങ്ങിയ ചടങ്ങിൽ ഹബീബ് റഹ്മാൻ റമദാൻ സന്ദേശവും ലഹരി വിരുദ്ധ സന്ദേശവും നൽകി. കുവാക് കുടുംബാംഗങ്ങളോടൊപ്പം വിവിധ സംഘടനാ പ്രതിനിധികളും ഒപ്പം HB സിംഗ് ബുള്ളർ, ഹസൻ കുഞ്ഞി, സന്തോഷ് കുമാർ, നൌഫൽ തുടങ്ങിയ പൗരപ്രമുഖരും ഇഫ്താർ വിരുന്നിൽ പങ്കുചേർന്നു.
പ്രസിഡന്റ് മുഹമ്മദ് നൌഷാദ് അബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി റിജിൻ പള്ളിയത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സൂരജ് രവീന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷമ്മാസ്, ട്രഷറർ ആനന്ദജൻ, സഞ്ജയ്, ആർ ഗോപാലകൃഷ്ണൻ, അബ്ദു പാപ്പിനിശ്ശേരി, നിയാസ് കോടിയേരി, നബീൽ, ഹരി പ്രഭാകരൻ, സുനിൽ, രാജേഷ് മുഴപ്പിലങ്ങാട് എന്നിവരടങ്ങിയ കുവാക് അംഗങ്ങൾ നേതൃത്വം നൽകി. കേരള ബിസിനസ് ഫോറം KBF സുഹൂർ സംഘടിപ്പിച്ചു. കേരള ബിസിനസ് ഫോറം KBF സംഘടിപ്പിച്ച സുഹൂർ സംഗമത്തിൽ 250-ലധികം അംഗങ്ങൾ, കമ്മ്യൂണിറ്റി നേതാക്കൾ, മാധ്യമപ്രതിനിധികൾ, ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ അംബാസിഡർ വിപുൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ, ഫസ്റ്റ് സെക്രട്ടറി സച്ചിൻ ദിൻകർ എന്നിവർ മുഖ്യാതിഥികളായി. QFM റേഡിയോ CEO അൻവർ ഹുസൈൻ റമദാൻ സന്ദേശം നൽകി. ഈ പുണ്യമാസത്തിന്റെ കരുണ, ഐക്യം, ആത്മീയ ചിന്തകൾ എന്നിവയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. പ്രസിഡന്റ് അജി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KBF അംഗങ്ങൾക്കായി ഒരുക്കുന്ന KBF എക്സ്പോ, ഗോപിനാഥ് മുതുകാടിനെ സ്വീകരിക്കുവാനായി മീറ്റ് ദ ലെജൻഡ് എന്നിവ ഉൾപ്പെടെ വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഇന്ത്യൻ അംബാസിഡർ വിപുൽ KBFന്റെ പ്രവർത്തനങ്ങളെ ആശംസിച്ച് ബിസിനസ് സംരംഭകർ സമൂഹത്തിലും രാജ്യത്തും ഉണ്ടാകുന്ന സ്വാധീനം എടുത്തു പറഞ്ഞു. ഇന്ത്യ ഖത്തർ സഹകരണത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന വളർച്ചയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമീപകാലത്ത് ഖത്തർ അമീർ ഹിസ് ഹൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഇന്ത്യൻ എംബസിയുടെ അപെക്സ് ബോഡിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട KBF അംഗങ്ങളെ ആദരിച്ചു. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, IAC പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ, PN ബാബുരാജൻ, ഡോക്ടർ അബ്ദുൽ സമദ്, അഷ്റഫ് ചിറക്കൽ, പ്രദീപ് പിള്ള, അബ്ദുൽ ഹസീം എന്നിവർ ആദരം ഏറ്റുവാങ്ങി. KBF മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഹംസ സഫർ, മുഹമ്മദ് അസ്ലം, ജോയിന്റ് സെക്രട്ടറി ഫർസാദ് അക്കര, ജോയിന്റ് സെക്രട്ടറി സോണി എബ്രഹാം, സിമി അലക്സാണ്ടർ, നൂറുൽ ഹക്ക്, ഹമീദ് KMS, ജയപ്രസാദ്, മുഹമ്മദ് ബഷീർ, മൻസൂർ മൊയ്തീൻ, CV റപ്പായ്, അബ്ദുള്ള തെരുവത്ത്, MP ഷാഫി, സഫ മുഹമ്മദ് അഷ്റഫ്, ഉസ്മാൻ കല്ലൻ, അഷ്റഫ് KP, സന്തോഷ് TV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഖത്തർ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം. കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും ഇല്ലാതെ പൊതുജനങ്ങൾക്ക് സുരക്ഷിത ജീവിതം ഒരുക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലെ സ്ഥാനം നിലനിർത്തി ഖത്തർ. നംബിയോയുടെ 2025 ക്രൈം ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ 3 രാജ്യങ്ങളിൽ ഒന്നായാണ് ഖത്തർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 142 രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കാണ് ഖത്തറിന് 1ാം സ്ഥാനത്തെത്തിച്ചത്. സുരക്ഷാ ഇൻഡെക്സിൽ 85.2% രാജ്യം നേടിയത്. അയൽക്കാരായ UAE 84.9% 2ാം സ്ഥാനത്തും 83.8% സുരക്ഷാ സൂചികവുമായി തായ്വാൻ 3ാം സ്ഥാനത്തുമെത്തി. അറബ് രാജ്യങ്ങളിൽ ഖത്തർ 1ാം സ്ഥാനത്തും, UAE 2ാം സ്ഥാനത്തും, ഒമാൻ 3ാം സ്ഥാനത്തും, ബഹ്റൈൻ 4ാം സ്ഥാനത്തും, സൗദി അറേബ്യ 5ാം സ്ഥാനത്തും, കുവൈത്ത് 6ാം സ്ഥാനത്തുമാണ്. നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യവുമായി ഖത്തർ ഇരിക്കൂർ കൂട്ടായ്മയുടെ ഇഫ്താർ. ഖത്തറിലെ ഇരിക്കൂർ നിവാസികളുടെ കൂട്ടായ്മയായ ഖത്തർ ഇരിക്കൂർ കൂട്ടായ്മ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. മാർച്ച് 14 വെള്ളിയാഴ്ച ന്യൂസലാത്ത സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 180ഓളം പേർ പങ്കെടുത്തു. ഇപ്രാവശ്യത്തെ ഇഫ്താർ നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനവും ആക്രമണങ്ങളും പ്രവാസികൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പ്രവാസികളായ രക്ഷിതാക്കളുടെ മക്കളെയും ഭാവിയെയും സംബന്ധിച്ചുള്ള ആശങ്ക വർദ്ധിച്ചു വരുന്നത് ഗുരുതരമായ പ്രശ്നമാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് അനീസ് പള്ളിപ്പാത്ത് പ്രതിപാദിച്ചു. സഫ്രാൻ സ്വാഗത പ്രസംഗവും ട്രഷറർ സഫ്വാൻ കഴിഞ്ഞ ഒരു വർഷത്തെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പരിപാടിയിൽ സാദിഖ് CM, ഉമ്മർ കുട്ടി, അഷ്റഫ് MP, ഖാലിദ് മുനീർ, നിഹാദ് എന്നിവർ അടക്കം ആശംസാ പ്രസംഗം നിർവഹിച്ചു. ഹാഷിർ CV നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. പുതിയ 2 കോൺകോഴ്സുകൾ കൂടി തുറന്ന് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനത്താവളത്തിന്റെ പ്രതിവർഷ യാത്രക്കാരുടെ ശേഷി 6.5 കോടി വരെ ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് D&E കൺകോഴ്സുകൾ കഴിഞ്ഞ ദിവസം തുറന്നത്. എയർപോർട്ടിൽ ചെക്ക് ഇൻ പൂർത്തിയാക്കിയ യാത്രക്കാർക്ക് വിമാനത്തിൽ പ്രവേശിക്കുന്നതിനായുള്ള ഇടനാഴിയായ കൺകോഴ്സിൽ 17 കോണ്ടാക്ട് ഗേറ്റുകൾ കൂടി പ്രവർത്തന സജ്ജമായി. ഇതോടെ ഹമദ് എയർപോർട്ടിലെ ആകെ കോണ്ടാക്ട് ഗേറ്റുകളുടെ എണ്ണം 62 ആയി.
വേനലവധിയും പെരുന്നാൾ ഉൾപ്പെടെ ആഘോഷങ്ങളും അടങ്ങിയ സീസൺ മുന്നിൽ നിൽക്കെയാണ് എയർപോർട്ട് വിപുലീകരണം യാഥാർത്ഥ്യമായിരിക്കുന്നത്. അത്യാധുനിക സെൽഫ് ബോർഡിംഗ് സാങ്കേതിക വിദ്യ, ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് എളുപ്പത്തിൽ വിമാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള റാമ്പുകൾ, റീറ്റെയിൽ ഡൈനിങ് എന്നിവ ഉൾപ്പെടെ സംവിധാനങ്ങളോടെയാണ് പുതിയ കൺകോഴ്സുകൾ തുറന്നിരിക്കുന്നത്. Momentum Media proudly presents Qatar Canvas. Worldwide door-to-door services, air cargo and sea cargo, airport to airport, port to port. 44878448. www.goodwillcargoqatar.com. Grand Hypermarket, a retail division of Regency Group, operates 9 outlets in Qatar and over 100 stores globally. We offer a wide range of high-quality products at competitive prices to cater to the diverse needs of customers from all nationalities. Grand Hypermarket Qatar. Grand shopping. Great values. In association with Isuzu Qatar and Christian SVP. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിൽ അടുത്തതായി എഡു ഡ്രൈവ്. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസ് എഡ്യു ഡ്രൈവ് സെഗ്മെന്റിൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ ശ്രീ ഗോപിനാഥ് മുതുകാടും കൂടെ തന്നെ കിഷ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടർ ആൻഡ് ചീഫ് സിഇഒയുമായ മിസ്റ്റർ നിയാസ് കാവുങ്ങലുമാണ്. വെൽക്കം ടു മൊമെന്റം മീഡിയ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഒരു ചെറുപ്പം മുതൽ തന്നെ ഞാൻ സാറിനെ കാണുന്നത് ആസ് എ മജീഷ്യനാണ്. അപ്പം ആ ഒരു മാജിക്കൽ വേൾഡിൽ നിന്ന് ഈ ഒരു സ്പെഷ്യലി നീഡഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ജേർണിയെ പറ്റിയിട്ട് എന്താണ് സാർ പറയാനുള്ളത്? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഇത് ആവർത്തിക്കുന്നതിൽ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇറ്റ്സ് 2016 ഞാനതുവരെ കംപ്ലീറ്റ് ഫുൾ ടൈം മജീഷ്യനായിരുന്നു. ആ ഒരു സമയത്ത് കാസർഗോഡ് അറിയാമല്ലോ, എൻഡോസൾഫാൻ്റെ ഒരു ദുരിത മേഖലയാണ്. അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട്, അത് ആ മേഖലയിൽ അവർക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ ഷോ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. ആ പോയ സമയത്തുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, അന്നുവരെ കേൾക്കാത്ത, അന്നുവരെ കാണാത്ത ചില അറിവുകൾ അല്ലെങ്കിൽ ചില കാഴ്ചകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു മേഖലയ്ക്ക് വരുന്നത്. ഒരു ചിന്ത ഉള്ളിലുണ്ടാവുന്നത്, ആദ്യത്തെ വിത്ത് അവിടെ നിന്നാണ് വീഴുന്നത്. അതിനുശേഷം പിന്നെ 2017 നമ്മൾ ഈ എംപവർ എന്ന് പറയുന്നത് എംപവർ സെൻറ്റർ മാജിക് പ്ലാനറ്റിൽ തുടങ്ങി എംപ്ലോയീസായിട്ട് കുട്ടികളെ മാറ്റുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ 200 കുട്ടികളുണ്ട്. ഇപ്പോൾ ഏപ്രിൽ 10-ാം തീയതി 100 കുട്ടികൾ കൂടി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ തുടങ്ങി ഇപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കാസർഗോഡ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു വലിയ സെൻറ്റർ, ഒരു ഗ്ലോബൽ മോഡൽ തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. സാറിനും ഇങ്ങനെ ഒരു ജേണിയെ പറ്റിയിട്ട് പറയാനുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എൻ്റെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഞാൻ 1997 ഈ ഫീൽഡിലേക്ക് വരുന്നത്. റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടുത്തെ ഒരു ഇയറിംഗ് ടെക്നീഷ്യനായിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമുതൽ ഇന്നിപ്പോൾ 2025 ഏകദേശം 27 വർഷമായിട്ട് ഈ സ്പെഷ്യൽ നീഡ്സ് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഖത്തറിൽ നമുക്ക് 4ഓളം സ്ഥാപനങ്ങളുണ്ട്. 2 ഇൻസ്റ്റിറ്റ്യൂഷൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ കീഴിലാണ്, ഒന്ന് നമ്മൾ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ. അപ്പം നമ്മളൊരു അൾട്ടിമേറ്റ് എയിം ഉദ്ദേശിക്കുന്നത് ഇത്തരം കുട്ടികൾ എത്രയും പെട്ടെന്ന് ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളൊരു എയിമുള്ളത്. IIPD എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്വപ്ന പ്രൊജക്റ്റിനെ പറ്റിയിട്ട് സാർ സംസാരിക്കുന്നത് കേട്ടു. അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് അതൊരു ഗ്ലോബൽ മോഡലാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ സ്പോർട്സ്, ആർട്സ്, റീഹാബിലിറ്റേഷൻ, ഏർലി ഇൻ്റർവെൻഷൻ, അതുപോലെ തന്നെ സ്പെഷ്യൽ നീഡായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു അംബർലയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്ന ഒരു ഹ്യൂജ് പ്രോജക്റ്റാണ്, ഒരു വേൾഡ് മോഡലാണ്. അതിപ്പോൾ 30 acres ഓഫ് ലാൻഡ് ഉണ്ട്. അവിടെ ലാൻഡ് പർച്ചേസ് ചെയ്തു ഈ ചാരിറ്റബിൾ സൊസൈറ്റി. ദാറ്റ് മീൻസ് ദി ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. കാസർഗോഡാണ്, മടിക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 23-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രിയും ചിത്ര ചേച്ചിയും വന്ന് തറക്കല്ലിട്ടു, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 3 വർഷം കൊണ്ട്, അതായത് ഒരു ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, അങ്ങനെ 3 ഫേസായിട്ട് വർക്ക് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ചാടി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെ വന്നപ്പോഴും ഈ ക്വിഷിൽ വന്ന സമയത്തും ഒരുപാട് പുതിയ നോവലായിട്ടുള്ള ഐഡിയാസ് എനിക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ
ഫ്ലവറിയാണ്. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ബാക്കിലൊക്കെ ടീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ പൂക്കൾ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് മിസ്റ്റർ നിയാസിൻ്റെ കീഴിൽ ഒരുപാട് നല്ല ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നുണ്ട്. സോ ഇവിടുന്ന് നമ്മളൊരു ലേണിംഗ് ആണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഇങ്ങനെ ലോകത്തുള്ള പല സ്ഥാപനങ്ങളിലും ഇന്ത്യയിലുള്ള എല്ലാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും CRCകളും ഒക്കെ യാത്ര ചെയ്ത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതതിൻ്റെ അൾട്ടിമേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ്. എനിവേ IIPD ഒരു 3 വർഷത്തിനുള്ളിൽ സാർത്ഥകമാവും എന്നാണ് വിശ്വസിക്കുന്നത്. ലോകത്തുള്ള ഒരു നമുക്ക് എടുത്ത് കാണിക്കാവുന്ന ഒരു സെൻറ്ററായിട്ട് അത് മാറും. അതിനെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ മാത്രമല്ല, വിദേശത്തു നിന്നുള്ള കുട്ടികൾക്ക് അവിടെ വന്ന് താമസിക്കാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യെസ്, അങ്ങനെയുണ്ട്. IIPDക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാം പൂവണിയട്ടെ. സന്തോഷം. പൂക്കളുടെ മുമ്പിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത് അല്ലേ? മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിന്റെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Momentum Media proudly presents Qatar Canvas. Worldwide door-to-door services, air cargo and sea cargo, airport to airport, port to port. 44878 www.goodwillcargoqatar.com. Grand Hypermarket Qatar. Grand shopping. Great values. In association with Isuzu Qatar and Christian SVP. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിൽ അടുത്തതായി സ്പോർട്സ് സ്പെക്ടക്കിൾ. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസ് സ്പോർട്സ് സ്പെക്ടക്കിളിൽ ഖത്തറിലും ഇന്ത്യയിലും ശ്രദ്ധേയമായ ഫിറ്റ്നസ് അക്കാദമിയായ NBF അക്കാദമിയുടെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറായ മിസ്റ്റർ ബാസ്റ്റിൻ ജോസഫാണ് നമ്മോടൊപ്പമുള്ളത്. വെൽക്കം ടു ഖത്തർ ക്യാൻവാസ്. Thank you and happy to be here. സോ ബേസിക്കലി എന്താണ് ഈ NBF അക്കാദമി എന്ന് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. So NBF Academy, we started with a vision of building fitness habits in people. നമ്മൾ ഖത്തറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നേരിടുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടൈലർ പ്രോഗ്രാമായ ഹാബിച്വൽ ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഹാബിച്വൽ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജസ് ഏത് ഏജ് ഗ്രൂപ്പിനും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റി ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ദോഹയിൽ നമ്മളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് അതർ സർവീസസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിറ്റ് ഫ്യൂച്ചർ ഉണ്ട്, അത് ദാറ്റ് ഈസ് ഫോർ കിഡ്സ്. അതേപോലെ തന്നെ ത്രൈവ് അറ്റ് വർക്ക്, അത് കോപ്പറേറ്റ് വെൽനസ് പ്രോഗ്രാംസ് ആണ്. സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഫോർ ക്ലബ്സ്, നമ്മളിവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഉണ്ട് ഇവിടെ, അവിടെയും നമ്മൾ നമ്മുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോറോവർ നമ്മുടെ ഒരു മേജർ മൈൽ സ്റ്റോൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ കേരള ഗവൺമെൻറ്റുമായിട്ട് നമുക്കൊരു പ്രോജക്റ്റ് അവാർഡായിട്ടുണ്ട്. സോ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളൊരു തീമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്പോർട്സ് ഫോർ ഓൾ, ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളൊരു മോട്ടീവായിട്ട് നമ്മൾ മൾട്ടി യൂട്ടിലിറ്റി ഫിറ്റ്നസ് ബോക്സുകൾ സ്ഥാപിക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റാണ് നമുക്ക് അവാർഡായിട്ടുള്ളത്. അതൊരു PPP മോഡലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ ചെറുക്കുക, മദ്യമയക്കുമരുന്നിനെതിരെ പോരാടുക എന്ന് തുടങ്ങി ഒരുപാട് മിഷൻ ആൻഡ് വിഷൻസ് ആയിട്ടാണ് NBF അക്കാഡമി മുന്നോട്ട് പോകുന്നത് അല്ലേ? അതെ, അത് ഞങ്ങളുടെ വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു മിഷൻ്റെ ഭാഗമാണ് ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം തന്നെ. ഇപ്പോഴത്തെ ഈ ഒരു കേരളത്തിൻ്റെ കണ്ടീഷൻ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അബ്യൂസ് ഭയങ്കര കൂടി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ തന്നെ നമ്മളുടെ കിഡ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ യൂത്തിൻ്റെ ഇടയിൽ അവർക്കൊരു സോഷ്യൽ ഗ്യാതറിങ് എന്നുള്ളൊരു കാര്യം തന്നെ ഇപ്പോൾ ഒരു പാർട്ടിക്കാണ് സോഷ്യൽ ഗ്യാതറിങ് അവർ ചെയ്യുന്നത് തന്നെ. അല്ലാതെ വളരെ മൈനോറിറ്റി ഓഫ് യൂത്ത് മാത്രമാണ് ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടർഫ്സിലൊക്കെ. ആദ്യം ഒരു ടർഫിൻ്റെ ഒരു ബൂം വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴും ടർഫൊക്കെ എനിക്ക് തോന്നുന്ന നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ഫുള്ളല്ല, പക്ഷേ ആ ഒരു ഫിറ്റ്നസ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഫിറ്റ്നസിനെ കുറിച്ചുള്ള സംസാരങ്ങൾ, കളികളെ കുറിച്ചുള്ള സംസാരം, പണ്ട് കാലങ്ങളിൽ നമ്മുടെ പാടങ്ങളിലുള്ള ക്രിക്കറ്റ് കളി അന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴായിരുന്നു വഴക്ക് കിട്ടുന്നത്. ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു കൾച്ചർ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഫിറ്റ്നസ് ബോക്സസുകൾ നമ്മൾ സ്ഥാപിക്കുന്നത്. ഈ എല്ലാ പഞ്ചായത്തിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു വിഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കിഡ്സിൽ ഉള്ള ഫിറ്റ്നസ് എന്തൂസിയാസവും കാര്യങ്ങളും അവർക്ക് തമ്മിലുള്ള ഒരു സ്പോർട്സ്മാൻഷിപ്പൊക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് ഈ ഹാബിച്വൽ ഫിറ്റ്നസ് ട്രെയിനിങ് കൊണ്ടുവരുന്നതോടെ നമുക്ക് ഈ NCDസിനെല്ലാം
ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാർഡിയോവാസ്കുലർ ഡിസീസ് ആയിക്കോട്ടെ, ഒബിസിറ്റി ആയിക്കോട്ടെ, ഒരു 80% വരെ നമുക്കിത് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞങ്ങളുടെ ഒരു വിഷനും മിഷൻ എന്നൊക്കെ പറയുന്നത്. ഖത്തറിൽ വരുന്നതിന് മുന്നേ ഒരു അത്ലറ്റ് ആയിരുന്നു അല്ലേ? അതെ അതെ. സോ ഒരു അത്ലറ്റ് ലൈഫിൽ നിന്നും ഒരു ഓൺട്രപ്രണർ ലൈഫിൽ കാണുന്ന ഒരു ഡിഫറൻസ് എന്താണ്? ബേസിക്കലി എൻ്റെ ആ ഒരു ലൈഫിനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് 3 R കൊണ്ടാണ്. RRR. എൻ്റെ വീട് വരുന്ന ആലപ്പുഴ അർത്തുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ സ്പോർട്സ് കൊച്ചിലെ മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റിസ്ക് വരുന്നത് 10th സമയത്താണ് എനിക്ക് സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അക്കാഡമിക്സ് വേണോ സ്പോർട്സ് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിട്ട് നിന്നപ്പോഴത്തേക്കും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഐ ചൂസ് സ്പോർട്സ് ആൻഡ് വെൻറ്റ് ടു സ്പോർട്സ് സ്കൂൾ. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ മൈ പാരൻസ് വരെ വിത്ത് മീ. അപ്പോൾ സ്പോർട്സും എക്സലായി, അക്കാഡമിക്സും എക്സലായി. പിന്നീട് വരുന്നത് ഡിഗ്രിയുടെ സമയത്ത് തന്നെ ഈ സെയിം സിറ്റുവേഷൻ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണോ അത് ജോബിന് കയറണോ, ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ ഇന്ത്യൻ എയർഫോഴ്സ്. പിന്നെ തേർഡ് റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ജോലി ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഓൾ ഫോർ സ്പോർട്സ്. അപ്പോൾ അവിടെ സ്പോർട്സ് തീർന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തത് തന്നെ. അങ്ങനെയാണ് NBF അക്കാദമി. അത് അവിടെ നമ്മളിവിടെ ഖത്തറിലെത്തിയും അഡ്മിൻ ആയിരുന്നു എൻ്റെ ട്രേഡ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടഡ് ആസ് എൻ HR കോർഡിനേറ്റർ ഇൻ അലസ്മക്. എന്നിട്ട് പിന്നെ എനിക്ക് പറ്റുന്ന പണിയില്ലെന്ന് അവിടെ നിന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ലൈറ്റായിട്ട് നമ്മുടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. സോ ഞാൻ ചോദിച്ചോട്ടെ, വാട്ട് മേക്സ് NBF ഡിഫറെൻറ്റ് ഫ്രം അതർ ഫിറ്റ്നസ് അക്കാഡമീസ്? അത് ഈസി ആയിട്ട് പറയണമെങ്കിൽ ഈ റിയൽ ഫിറ്റ്നസും റിയൽ ഫിറ്റ്നസും തമ്മിലുള്ള വ്യത്യാസം. റിയൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഓരോ അതെ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുമോ? ഇല്ല. അപ്പോൾ ഗ്രീൻ ടീ വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രീൻ ടീ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫീഡ്സിൽ വരും ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ. പിന്നെ കുറച്ചൊരു സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ വരും ഗ്രീൻ ടീയുടെ ദോഷഫലങ്ങൾ. അപ്പോൾ പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഓരോ ബോഡി കണ്ടീഷനും വേണ്ടുന്ന രീതിയിൽ നമ്മുടെ ടൈലർ പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഹാബിച്വൽ ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഏത് ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടൈലർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല. അത്ലറ്റിക്, കാലിസ്റ്റനറ്റിക്, മൈൻഡ്ഫുൾനെസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു 45 minutes പ്രോഗ്രാം. അത് മതി അവർക്കൊരു ഡേ ടു ഡേ ലൈഫിൽ അവർ ഹെൽത്തി ആയിട്ട്, ഹെൽത്തി ഇൻ ദ സെൻസ് മസ്കുലറായിട്ടിരിക്കുന്ന എല്ലാവരും ഹെൽത്തി ആണെന്നില്ല. അതാണ് ഫിറ്റ്നസിൻ്റെ ഡെറിവേഷൻ തന്നെ. ബീയിങ് ഫിറ്റ് എന്ന് പറയുന്നത് അവൻ അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുകയാണ്. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. ദാറ്റ്സ് വാട്ട് വി ആർ ഡെലിവറിങ്. സോ ഖത്തറിൻ്റെയും നാട്ടിലെയും ഫിറ്റ്നസ് മേഖലയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നിങ്ങളുടെ NBF അക്കാദമിക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Momentum Media proudly presents Qatar Canvas. Worldwide door-to-door services. Air cargo and sea cargo. Airport to airport. Port to port. 44878448. www.goodwillcargoqatar.com. Grand Hypermarket Qatar. Grand shopping. Great values. In association with Isuzu Qatar and Christian SVP. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസ് മെഡ് ചാറ്റിൽ അബീർ മെഡിക്കൽ സെന്ററിൽ നിന്ന് കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് പ്രീതം കുമാർ ഫ്രാൻസിസ്. ഗുഡ് ഈവനിങ്. ചെറുപ്പക്കാരുടെ ഇടയിൽ എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് കൂടുതലായി കണ്ടുവരുന്നു? ഇപ്പോൾ ഒരു 30 വയസ്സ് 40 വയസ്സുള്ള ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നു. പലരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എൻ്റെ പേര് ഡോക്ടർ പ്രീതം കുമാർ ഫ്രാൻസിസ്, കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ്, അബീർ മെഡിക്കൽ സെൻറ്റർ, അബുഹാമൂർ, ദോഹ. ഹാർട്ട് ഒരു വൈറ്റൽ ഓർഗനാണ്. അത് 24 hours പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഓക്സിജനും ന്യൂട്രിയൻസും ബോഡിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത്. ഈ ഹാർട്ട് സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ടി അതിന് 2 രക്തക്കുഴൽ ഉണ്ട്. അതിന് പേര് കൊറോണറി ആർട്ടറീസ് എന്നാണ്. കൊറോണറി ആർട്ടറീസിൻ്റെ അകത്ത് കൊളസ്ട്രോൾ അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാവുന്നു. അതാണ് ഹൃദ്രോഗത്തിൻ്റെ ആരംഭം. ആ ബ്ലോക്ക് കൂടിയിട്ട് അത് പൂർണ്ണമായോ ഭാഗികമായോ രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോൾ ആണ് ഹാർട്ട് അറ്റാക്ക് വരിക. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായ ഒരു കാര്യം, എല്ലാവർക്കും വളരെ സ്ട്രെസ്സ് കൂടുതലാണ്. പലർക്കും ഏർലി ആയിട്ട് BP, ഷുഗർ, കൊളസ്ട്രോൾ ഈ രോഗങ്ങൾ വരുന്നുണ്ട്. പലതും പ്രോപ്പറായിട്ട് ട്രീറ്റഡും അല്ല. പലരും സ്മോക്കേഴ്സാണ്. പിന്നെ ചില ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിൽ തന്നെ ഏർലി ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു രോഗമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഹാർട്ട് അറ്റാക്ക് നേരത്തെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൃദ്രോഗത്തിൻ്റെ ആരംഭ സ്റ്റേജിൽ
നമ്മൾ നടക്കുകയോ സ്പീഡിൽ ഓടുകയോ ചെയ്യുമ്പോൾ ഒരു ആയിപ്പോ നെഞ്ചുവേനോ വരിക, ഹൃദയമിടിപ്പ് അമിത വേഗത്തിലാകുന്നു, എന്തെങ്കിലും ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ക്ഷീണം വരുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഏർലി സ്റ്റേജിൽ വരാം. അതൊരു അറ്റാക്കായി മാറുമ്പോൾ അതിയായ നെഞ്ചുവേദന, ആ പെയിൻ ചിലപ്പം സെൻട്രൽ ചെസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് ആയിരിക്കാം. ചിലർക്ക് കഴുത്തിലേക്ക് അത് വ്യാപിക്കും, ചിലർക്ക് ഷോൾഡറിൽ പെയിൻ വരാം, ചിലർക്ക് കയ്യിൽ വേദന വരാം. പിന്നെ ഈ പെയിൻ്റെ കൂടെ സ്വെറ്റിങ്ങും വരാം. ഇതല്ലാതെ അതിയായ ശ്വാസം മുട്ട് വരാറുണ്ട്, ചിലർക്ക് ഹൃദയമിടിപ്പ് അമിത വേഗത്തിലാകാറുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോവുക. നിങ്ങളുടെ പൾസ് BP നോക്കും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഓർഡർ ചെയ്യും. അതിൽ തന്നെ ഒരു ഹാർട്ട് സ്പെസിഫിക് ട്രോപ്പണിൻ എന്ന് പറഞ്ഞ ഒരു കാർഡിയക് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഒരു ECG എടുക്കും. ഹാർട്ട് അറ്റാക്ക് വന്നാൽ ECGയിൽ വേരിയേഷൻ കണ്ടേക്കാം. അങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ചിലപ്പം ഏർലി സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ ECGയിൽ വേരിയേഷൻ കാണണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യണം. അത് എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് ദ ഹാർട്ടാണ്. ഹാർട്ട് മസിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അപ്പോൾ അറ്റാക്ക് വന്നാൽ അതിൻ്റെ പ്രവർത്തനം കുറവാകും. അപ്പോൾ അതുണ്ടോ നോക്കുന്നു, വാൽവ്സ് നോർമലാണോ നോക്കുന്നു, അതിലൂടെയുള്ള രക്തോട്ടം നോർമലാണോ നോക്കുന്നു. ഒരു കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നമുക്ക് ഇൻഫർമേഷൻ ഹാർട്ടിനെ കുറിച്ച് കിട്ടും. പിന്നെ ഈ നടക്കുമ്പോൾ കിതപ്പെല്ലാം ഉള്ളവർക്ക് നമുക്ക് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു ബെൽറ്റിൽ കൂടെ നടത്തിക്കൊണ്ട് ECG എടുക്കുക. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ECG വേരിയേഷൻ വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ടെസ്റ്റുകൾ മുഖാന്തരം നമുക്ക് ഹൃദ്രോഗമുണ്ടോ, നമുക്ക് ഹാർട്ട് അറ്റാക്കിന് ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഈ ടെസ്റ്റുകൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഒരു കൊറോണറി ആൻജിയോഗ്രാം ചെയ്യണം. അത് ഒന്നുകിൽ CT ആൻജിയോ മുഖാന്തരം ചെയ്യാം, അല്ലെങ്കിൽ ഈ കാത്ത് ലാബിലുള്ള കൊറോണറി ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ ബ്ലോക്ക് ഒരു 70% മുകളിലാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചികിത്സ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ചിലർക്ക് ബൈപ്പാസ് സർജറി വേണ്ടി വരും. 60% കുറവുള്ള ബ്ലോക്കാണെങ്കിൽ നമുക്ക് മരുന്ന് ചികിത്സ കൊണ്ട് തന്നെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തടയാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുക, റെഗുലർ എക്സസൈസ് വേണം. ഒരു 30 to 45 മിനിറ്റ്സ് എങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ടൈംലി ഫുഡ് കഴിക്കുക, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിക്കുക, പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കുക, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ജങ്ക് ഫുഡ് ആവുന്നത് ഒഴിവാക്കുക, ഹോട്ടൽ ഫുഡ് കുറയ്ക്കുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ സ്ട്രെസ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള വഴി നോക്കുക. ബ്ലഡ് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, അത് നിയന്ത്രണത്തിൽ വയ്ക്കുക. ഇത്രയും ചെയ്യാമെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലത്തെ രോഗലക്ഷണങ്ങൾ വല്ലതും നിങ്ങൾക്കുണ്ടെങ്കിൽ അബീർ മെഡിക്കൽ സെൻറ്ററിൽ വന്നാൽ നമുക്ക് കാർഡിയാക് ടെസ്റ്റ് എല്ലാം ചെയ്യാവുന്നതാണ്. ഹൃദ്രോഗത്തിൻ്റെ ചികിത്സയും ഇവിടെ ലഭ്യമാണ്. താങ്ക് യു. Momentum Media proudly presents Qatar Canvas. In association with Isuzu Qatar and Christian SVP. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഖത്തറിന്റെ പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.